നമ്മൾ ഇത്തവണ ബാംഗ്ലൂരിൽ നിന്നാണ് പെരുന്നാൾ അയച്ചത്. കഴിഞ്ഞ തവണ നാട്ടിൽ നിന്ന് വരുമ്പോൾ പറഞ്ഞതാണ് ഇപ്രാവശ്യത്തെ പെരുന്നാൾ നമുക്ക് ഇവിടെ നിന്ന് അയക്കാന്നുള്ളത്. ഈ പെരുന്നാൾക്ക് രണ്ട് സവിശേഷതകളുണ്ട്. എന്താന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ മോന്റെ ഫസ്റ്റത്തെ പെരുന്നാളാണ്, പിന്നെ ഒന്ന് ആദ്യമായിട്ടാണ് എന്റെ മേൽനോട്ടത്തിൽ ഇതുപോലൊരു പെരുന്നാൾ അയക്കാൻ പോകുന്നത്. മേൽനോട്ടം എന്നൊക്കെ പറഞ്ഞാല് പണ്ടായിരുന്നെങ്കിൽ പെരുന്നാൾ ഡ്രസ് തൊട്ട് മേക്കപ്പ് ചെയ്യുന്ന കാര്യങ്ങളും ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളും മാത്രം ചിന്തിച്ചാൽ മതിയാണ്. പക്ഷെ അതുപോലെ ഇപ്രാവശ്യം നടക്കൂല. കാരണം പണ്ടത്തെ പോലെ ഞാൻ ഒറ്റക്കല്ലല്ലോ, ഞാനൊരു ഭാര്യയാണ്, ഞാനൊരു ഉമ്മയാണ്, അങ്ങനത്തെ പദവികളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഫവാസ്ക പുറത്തുനിന്ന് ഫുഡ് ആക്കണമെങ്കിൽ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുന്നാളായാലും ഇതാണല്ലോ അതിന്റെ ഒരു ഇത്. അതുകൊണ്ട് സന്തോഷത്തോടെ തന്നെ ഇതങ്ങ് ഞാൻ ഏറ്റു. പിന്നെ നമ്മളെ സഹായിക്കാൻ നമ്മുടെ അസിസ്റ്റന്റ് കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് ആ അസിസ്റ്റന്റ്. ഞാൻ എന്തെടുക്കാൻ എവിടെ പോയാലും അവിടെ അവനും എത്തും. പിന്നെ പായസം അത് ഫവാസ്ഖാന്റെ സ്പെഷ്യലാണ്. പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന പരിപാടി മൂപ്പരങ്ങ് ഏറ്റെടുത്തിട്ട് പിന്നെ അതിന്റെ നടുക്ക് പുതിയ പെയിന്റ് അതിന്റെ കൂടെ ചേരുന്നില്ല എന്നും പറഞ്ഞു വൈറ്റ് പെയിന്റും കൂടി ഇസ്തിരിട്ട് കൊടുത്തു. അപ്പോഴേക്ക് നമ്മളെ ബീഫ് ബിരിയാണി മസാലയൊക്കെ പറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുളിച്ചിരുമ്പോഴത്തേക്ക് ചോറ് റെഡി. അത് തനിയെ റെഡി ആയതല്ല, ഞാൻ വെച്ചിട്ടായിരുന്നു പോയത്, അതുകൊണ്ട് റെഡി ആയത്. ഇനി അതിനൊന്ന് ദമ്മിട്ട് വെച്ചാൽ വലിയൊരു പരിപാടി കഴിഞ്ഞിട്ടു. പെരുന്നാൾ ദിവസം ഇത്ര പെട്ടെന്നൊക്കെ സമയം പോരണ്ടായിരുന്നു. പണ്ടൊക്കെ പെരുന്നാൾക്ക് 1 മണിയാകുമ്പോഴത്തേക്ക് തന്നെ പ്ലേറ്റും പിടിച്ച് മോന്റെ വേക്കി പോയും. കാരണം പെരുന്നാൾ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്. അത് കുറച്ചൊന്ന് ലേറ്റ് ആയാലും എന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞ് ചൂടാവാനൊന്നും. ഇപ്പൊ ഏകദേശം 1:45 ഞാൻ ദമ്മിടാൻ. ഫവാസ്ക രാവിലെ പള്ളിക്ക് പോയ സമയത്ത് ചെക്കൻ ചെറുതായിട്ടൊന്ന് ഉടക്കിയിട്ടുണ്ടായിരുന്നു. അവിടെയായിരുന്നു ഞാൻ മനസ്സിൽ കണ്ട താളം തെറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ രാവിലത്തെ ഫുഡും ലേറ്റ് ആയി, അതോടൊപ്പം ഉച്ചകത്തെ ഫുഡും ലേറ്റ് ആയി. സ്വതവേ നമ്മൾ 2 മണി കഴിഞ്ഞിട്ടാണ് കഴിക്കല്. പക്ഷെ പെരുന്നാളായതുകൊണ്ട് 1 മണിക്ക് റെഡിയാക്കി വെക്കണം എന്നായിരുന്നു എന്റെ മനസ്സിലെ പ്ലാൻ. അതിനിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ഓവർ ലേറ്റ് ആയില്ലല്ലോ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരുങ്ങിട്ട് വരാം. അങ്ങനെ ഞാൻ റെഡി ആകുമ്പോഴത്തേക്ക് നമ്മുടെ ദമ്മിട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്രാവശ്യം ഓൺലൈനിൽ ഡ്രസ്സ് മേടിക്കാന്ന് വെച്ചിട്ട് ഓർഡർ ആക്കിയിട്ടുണ്ടെങ്കിലും ഇന്നലെ രാത്രി വരെയും കാത്തു, അത് വന്നില്ല. സോ ഇന്നലെ നട്ടപ്പായിരൊക്കെ പോയിട്ട് എടുത്ത ഡ്രസ്സാണ് ഞാൻ ഇപ്പൊ ഇട്ടേ. ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവെന്ന് പറഞ്ഞ പോലെ ഇത് കണ്ടപാടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനൊക്കെ കുപ്പിവളയും മാലയൊക്കെ മേടിച്ചപ്പോ പെരുന്നാൾ ഒന്നുകൂടൊന്നും മഞ്ചായ പോലെ. പിന്നെ ആരും കാത്തിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബിരിയാണി കഴിക്കാൻ. കല്യാണം കഴിഞ്ഞ് 2 കൊല്ലത്തിനടുക്ക് നമുക്ക് 5 പെരുന്നാളെ കിട്ടിയിട്ടുള്ളത്. അൽഹംദുലില്ലാ അതിൽ 5 നമുക്ക് ഒന്നിച്ചു കൂടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടും കിട്ടിയാൽ മതിയായിരുന്നു. ബീഫ് ബിരിയാണി ആയിട്ട് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ബാക്കി എന്ത് ഫുഡ് ആണെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് കിട്ടൂല. പക്ഷെ ബിരിയാണി നമുക്ക് ആസ്വദിച്ചുണ്ടാക്കാനും ആസ്വദിച്ച് കഴിക്കാനും ഭയങ്കര ഇഷ്ടം. ചൂടോടെ ബിരിയാണിയും കഴിച്ച് പായസം കുടിച്ചപ്പോൾ റാഹത്ത്. അത് കഴിഞ്ഞ് സ്റ്റാൻഡൊക്കെ എടുത്ത് നമ്മൾ ഫോട്ടോസ് എടുക്കാനായിട്ട് പുറത്തേക്ക് പോയി. നമ്മൾ എടുക്കുന്ന ഫോട്ടോസിന്റെ ഒക്കെ പുറകിലെ തരം ഈ സ്റ്റാൻഡാണ്. അങ്ങനെ അവിടുന്ന് അത്യാവശ്യം നല്ല ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മൾ റൂമിലേക്ക് പോയി. അത് കഴിഞ്ഞ് രാത്രി 10 മണിക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഒറ്റ മൈൻഡിൽ നമ്മൾ MG റോഡ് പോയിട്ടുണ്ടായിരുന്നു. പോകുന്ന വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം 2-3 ഫോട്ടോ വെച്ചിട്ട് അവിടെ പോയപ്പോൾ ദേ കിടക്കുന്ന ഒരു ക്യാമറമാൻ. അത് കണ്ടവിടെ 2 ഫോട്ടോ എടുത്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്ത 2 ഫോട്ടോസ് ആണ് ഈ 2 ഫോട്ടോസ്. അങ്ങനെ ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഇവിടെ. ഇനി അടുത്ത വിശേഷമായി വീണ്ടും വരാം. ബൈ.